ربنا بصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون ولو ترى ഓ നബിയെ അങ്ങ് കാണുന്നില്ലയോ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം കൊടും കുറ്റവാളികൾ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുകയാണ്, പേടിച്ചരളുകയാണ്. അല്ലാഹുവേ, കള്ളു കുടിച്ചത് നീ അറിഞ്ഞുവല്ലോ, വ്യഭിചരിച്ചത് നീ അറിഞ്ഞുവല്ലോ, പാതിരാവിന്റെ നിശബ്ദതയിൽ ആരും അറിയാതെ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും ഒരു പുസ്തകത്താളുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതുപോലെ മുമ്പിൽ വന്നു നിൽക്കുമ്പോ കഴിഞ്ഞുപോയ ജീവിതത്തെ ശപിച്ചുകൊണ്ട് തലയൊന്ന് പൊന്തിച്ചു നോക്കാൻ ധൈര്യമില്ല. ഇവിടെ നെഞ്ചും വിരിച്ച് നടക്കുന്നവന്, പള്ളിയിൽ ബാങ്ക് കേട്ടാൽ പുറംതിരിഞ്ഞോടുന്നവന്, അള്ളാഹുവിനെ പേടിയില്ലാത്തവന്, അവന്റെ പ്രവാചകനെ സ്നേഹിക്കാത്തവന്, ആര് വിളിച്ചാലും ഇല്ലെന്ന് പറഞ്ഞ് പുറംതിരിഞ്ഞു നിന്ന പച്ച അഹങ്കാരി റബ്ബിന്റെ മുമ്പിൽ തല പൊന്തിക്കാൻ നിനക്ക് പറ്റുകയില്ല. കൊടും കുറ്റവാളിയാണ് നീ റബ്ബിന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുകയാണ്. തലകുനിച്ചു നിന്നിട്ട് മുഖത്തോട്ട് നോക്കാതെ മനുഷ്യൻ പിറുപിറുക്കുമത്രേ അവിടെ വെച്ചിട്ട്. എന്തോരവസ്ഥയാണിത്. ഖുർആൻ പറയുന്നു, റബ്ബിന്റെ നേരെ നോക്കാൻ ധൈര്യമില്ല, തലകുനിച്ച് നിന്നിട്ട് പറയും, അല്ലാഹുവേ റബ്ബനാ അബ്സിർനാ വസമിഅനാ, അല്ലാഹുവേ അബ്സിർനാ, ഞങ്ങൾ കണ്ടു, അല്ലാഹുവേ നരകം ഞങ്ങൾ കണ്ടു, സ്വർഗം ഞങ്ങൾ കണ്ടു, മീസാൻ ഞങ്ങൾ കണ്ടു, സിറാത്ത് ഞങ്ങൾ കണ്ടു, ഹിസാബ് ഞങ്ങൾ കണ്ടു, ഇതേവരെ ഞങ്ങൾ ഇല്ലെന്ന് പറഞ്ഞതാണ് അല്ലാഹുവേ. ഇതൊക്കെ ഉലിയാമാരുടെ പൊട്ടത്തരമെന്ന് പറഞ്ഞവരാണ്. ഹിസാബിനെ നിഷേധിച്ചവർ, സിറാത്തിനെ നിഷേധിച്ചവർ, മീസാനെ നിഷേധിച്ചവർ, ശഫാഅത്തിനെ നിഷേധിച്ചവർ, അവര് പറയും അബ്സിർനാ, ഞങ്ങൾ കണ്ടു അല്ലാഹുവേ, വസമീനാ, ഞങ്ങൾ കേട്ടു, മലക്കുകളുടെ ശബ്ദം കേട്ടു, സൂറിന്റെ കാഹളം കേട്ടു, അല്ലാഹുവേ പടച്ചവനെ ശരിയാണ് 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 അല്ലാഹുവേ, ഫർജിനാ ഫർജിനാ, ഞങ്ങളെ ഒന്നുകൂടി ഭൂമിയിലേക്ക് മടക്കുമോ, ഒന്നുകൂടി ഞങ്ങളെ ഭൂമിയിലേക്ക് വിടുമോ, ഞങ്ങൾ നന്നായി ജീവിച്ചു കൊള്ളാം തമ്പുരാനെ. ഇനി മദ്യപാനമില്ല, ചൂതാട്ടമില്ല, പലിശയില്ല, ഹറാമില്ല, കറാഹത്തില്ല. അല്ലാഹുവേ ഫർജിനാ, ഞങ്ങളെ ഒന്ന് തിരിച്ചു വിടുമോ, നഅമൽ സാലിഹ, ഞങ്ങൾ നല്ലത് ചെയ്ത് ജീവിച്ചോളാം തമ്പുരാനെ. ഇനി കള്ളു കുടിക്കില്ല, ഇനി ഞങ്ങൾ തെറ്റ് ചെയ്യില്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, ആ സമയത്താണ് മനുഷ്യൻ ഓർമ്മ നൽകുന്നത്, ആ സമയത്താണ് അവന് വീണ്ടും വിചാരമുണ്ടാകുന്നത്. അല്ലാഹു ചോദിച്ചു, അന്നാ ലഹു ദിക്റാ, എടാ അവിടെ വെച്ച് വിചാരമുണ്ടായിട്ട് എന്ത് കാര്യം, വീണ്ടും വിചാരമുണ്ടാകേണ്ടത് അവിടെ വെച്ചല്ല. സൂറത്തുൽ ഫജ്റാണ്, യൗമഇദിൻ യതദക്കറുൽ ഇൻസാൻ, അവിടെ വെച്ചാണ് മനുഷ്യന് പുനരാലോചന ഉണ്ടാകുന്നത്. അല്ലാഹു ചോദിച്ചു, അന്നാ ലഹു ദിക്റാ, ഇനി ഓർത്തിട്ട് കാര്യമെന്താ, ഫയൽ ക്ലോസ് ചെയ്തു പോയില്ലേ, എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ. അതുകൊണ്ട് സഹോദരങ്ങളെ, പിന്നിടുന്ന നിമിഷങ്ങൾക്ക് പുനരവതാരമില്ല, കൊടിഞ്ഞു പോകുന്ന ദിവസങ്ങൾ തിരിച്ചു വരില്ല. നിരാശയോടെ നോക്കി നിന്നിട്ട് കാര്യമില്ല, ആശയോടെ മാടി വിളിച്ചാൽ തിരിച്ച് നമ്മുടെ അക്കലേക്ക് വരികയുമില്ല. സമയം അമൂല്യമാണ്, ഇവിടെ വെച്ച് തീരുമാനിക്കുക. നാളെ അള്ളാന്റെ മുമ്പിൽ തലകുനിച്ചു നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ. അള്ളാഹു ആ സമയത്ത് തല പൊന്തിച്ചു നിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഇതാണ് മഹിഷറ. ഇനി ഹിസാബ്, സിറാത്ത്, മീസാൻ, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് കാണുമ്പോൾ പറയാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഏതായാലും പരലോകം ഉണ്ടാവും, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ആ പരലോകത്ത് അള്ളാന്റെ മുമ്പിൽ എങ്ങനെ നിൽക്കേണ്ടി വരും, എങ്ങനെ നിൽക്കേണ്ടി വരും, തലകുനിച്ച് നോക്കൂല. അള്ളാടെ നേരെ നോക്കാൻ പറ്റുമോ? നമ്മളൊരു വലിയ അപരാധം ചെയ്തിട്ട് മുമ്പിൽ നിൽക്കണ വാപ്പാടെ മുമ്പിൽ പോയി നിൽക്കുക, വാപ്പാക്കറിയവൻ ചെയ്തല്ല, നാണം കാരണത്താൽ എന്ത് ചെയ്യൂല, നോക്കൂല. ഇങ്ങനെ നിന്നിട്ട് ചെയ്തോടെ അവൻ തന്ന ഭക്ഷണവും തിന്ന്, അവൻ തന്ന വസ്ത്രവും ധരിച്ച്, അവന്റെ സൗകര്യത്തിൽ കടന്നുറങ്ങി, അവന്റെ വിധിവിലക്കുകൾക്കെതിരെ ചെയ്തവൻ തല കുനിഞ്ഞു നിൽക്കും പരലോകത്ത്. അള്ളാഹു തല പൊന്തിച്ച് നിൽക്കാൻ തൗഫീക്ക് നൽകട്ടെ. അള്ളാഹിന്റെ മുമ്പിൽ തല പൊന്തിച്ച് ഇങ്ങനെ നിൽക്കാനുള്ള തൗഫീക്ക് തരട്ടെ. 3 ദിവസം നമ്മുടെ പ്രഭാഷണം കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, 100 കണക്കിന് ആളുകൾ ഒരു സാഗരം പോലെ വന്നു കേട്ടു. ഈ 3 ദിവസം കേട്ടപ്പോൾ യൗജൂജും മൗജൂജും ദാബത്തിലുള്ളതെല്ലാം പഠിച്ചു. ഞാൻ അവസാനിപ്പിക്കുക. പരസ്പരം സ്നേഹിച്ച് സ്വർഗത്തിലോട്ട് പോകുന്ന മുത്തക്കിങ്ങൾ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഭാര്യയില്ല, മക്കളില്ല, ജീവിതത്തിൽ സമ്പാദിച്ചതൊന്നുമില്ല. റബ്ബിന്റെ മുമ്പിൽ ഒരു ചാൺമുകളിൽ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ജീവിതമല്ല പ്രശ്നം, പരലോകമാണ് പ്രശ്നം. പരലോകമാണ് പ്രശ്നം.
പാരാവാരം പോലെ പരന്നു കിടക്കുന്ന പരശതം പാപികളുടെ നവലിയിൽ പാതിവടിയിൽ പാതയം നെട്ടപ്പെട്ട പതികനെ പോലെ പരലോകത്ത് പരിഭ്രാന്തിയോടെ പതറി നിൽക്കേണ്ട പതിതരല്ലെന്നോ. അവിടേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ജീവിതത്തിലും കയ്യിലും ഉണ്ടാകണം, അള്ളാന്റെ മുമ്പിൽ ഉണ്ടാവണം. അള്ളാഹുടെ മുമ്പിൽ തല പൊന്തിച്ചു നിൽക്കാൻ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഖുർആൻ പറഞ്ഞാണ്, പക്ഷെ അത് ചെയ്യൂ. രണ്ട് വിഭാഗം ആളുകൾ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ തല പൊന്തിച്ചു നിൽക്കുമെന്ന ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഒന്നാമത്തെ ആളാരാ? നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും ചവിട്ടി താത്തിയിട്ടിരിക്കുന്ന ആളുകൾ. നമ്മുടെ ഈ ഭൂമിയിൽ ഒരു വിലയുമില്ലാതെ നമ്മൾ ഏറ്റവും ചവിട്ടി താത്തി അങ്ങേയറ്റത്തിട്ടിരിക്കുന്ന ആളുകൾ. അവര് നാളെ വലിയ ആളുകളൊക്കെ അയാളെ ചവിട്ടി താത്തിയവരൊക്കെ കുനിച്ചു വെക്കും, അയാൾ തല പൊന്തിച്ചു വെക്കും. ആരാത്? المؤذنون أطول الناس أغناكا يوم القيامة. ഒന്നാമത്തെ ആളെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ മുഅദ്ദിനൂന, ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിൻമാർ, അത്വലന്നാസി അഗ്നാകൻ യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ഏറ്റവും കൂടുതൽ തല ഉയർത്തി നിൽക്കുന്നവര് അവരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഈ വാക്ക് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു പോയി, നബിയേ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ജിഹാദിന്റെ പടനിലങ്ങളിൽ ഈ ഉമറിന് ആവശ്യമില്ലായിരുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മസ്ജിദുൻ നബവിയിലെ മുഅദ്ദിനായിട്ട് ഞാൻ ഡ്യൂട്ടി ചെയ്യുമായിരുന്നുവെന്ന്. വീരരിൽ വീരനേ, വീരനെ, വീരശൂര പരാ